നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു സാധനം പുറത്തുനിന്നൊന്നും വേണ്ട. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. നല്ല റിസൾട്ട് ആണ് കിട്ടുന്നത്. അപ്പം ഇതിന് ഒരുപാട് സ്റ്റെപ്പായിട്ടൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരെയും കൂടെ നമ്മളൊന്ന് സെറ്റ് ആക്കി എടുത്താണ് ചെയ്യുന്നത്. ഒറ്റ പ്രാവശ്യം നമ്മൾ ഈ പാക്ക് ഒന്ന് മൊത്തം ഒന്നിച്ച് വന്നിട്ടാൽ മതി. അല്ലാതെ ഒരുപാട് തവണകളായിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട. അങ്ങനെയും ചെയ്യുന്ന ഓരോരോ പാക്കുകളുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഇത് ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. നിങ്ങൾക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടും. നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. നാച്ചുറൽ ആയിട്ടുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഈ ചൂടൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് കൂടുതൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ പലർക്കും പലതും അലർജിയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ക്രീമൊക്കെ മേടിക്കാൻ പോയാൽ ലോകത്തില്ലാത്ത വിലയുമാണ്. അപ്പോൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എണ്ണയിലൊക്കെ ഒന്ന് ചെയ്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് സുന്ദര കുട്ടപ്പനാക്കി കൊണ്ടു നടക്കാം. സുന്ദര കുട്ടപ്പനല്ല, സുന്ദര കുട്ടപ്പിയായിട്ട് കൊണ്ടു നടക്കാം ഇല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയേക്കുന്നത് അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എല്ലാവരും കണ്ടേച്ചൊക്കെ പോകുന്നുണ്ട്, ലൈക്കും കൂടെ ഒന്ന് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എന്താണെന്നുള്ളത് പിന്നെ കുറച്ച് വീട്ടുവിശേഷങ്ങളും കൂടെ കേട്ടോ. നമ്മുടെ പായ്ക്കൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പേര് വന്ന് ചെന്നെ അങ്ങ് വഴക്ക് പറയും, പായ്ക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വെച്ചാലേ പായ്ക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലേ പായ്ക്ക് ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ തന്നെ പായ്ക്കിൻ്റെ ഇത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. ഇതിലേക്ക് നമുക്ക് ആദ്യം എടുക്കേണ്ടത് തക്കാളിപ്പഴവും പിന്നെ ഒരു ഉരുളൻകിഴങ്ങുമാണേ. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് വേണ്ട കേട്ടോ. നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള എടുത്താൽ മതി. ഇതിൻ്റെ പകുതി തക്കാളിക്കായും പകുതി ഉരുളൻകിഴങ്ങും കൂടെ ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് സെറ്റാക്കിക്കൊണ്ട് വരട്ടെ. ഇപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ ഉരുളൻകിഴങ്ങും തക്കാളിക്കായും കൂടെ നല്ലപോലെ ഒന്ന് കഴുകി അരിഞ്ഞ് എടുത്തേ. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ചോറാണ്. അത് ഒരു 2-3 സ്പൂൺ ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. അരിയും അത് ചോറ് കൊണ്ടുള്ളതാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഒക്കെ കൊറിയൻകാരുടെ സ്പെഷ്യലാണ്. അതൊക്കെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മഞ്ഞൾ പൊടി. അത് നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞളായിരിക്കണേ, അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടി ആയിരിക്കരുത്. അത് കൊള്ളില്ല. നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്തതായിരിക്കണം, നല്ല മഞ്ഞളായിരിക്കണം. പിന്നെ നമുക്കൊരു ശകലം കാപ്പിപ്പൊടി, അത് ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല കേട്ടോ, ബ്രൂവിൻ്റെയോ ഏതിൻ്റെ ആയാലും കുഴപ്പമില്ല. ഒരു കുറച്ച് കോഫി പൗഡറും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് പച്ചവെള്ളം എടുക്കത്തില്ല കേട്ടോ. നമുക്കതിന് വേണ്ടത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാവേ. ഇത് നല്ലപോലെ നമ്മളൊന്ന് അരച്ചെടുത്ത് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ നമുക്കോട്ട് കറക്റ്റ് പറയാൻ പറ്റത്തില്ല, കുറച്ചൊക്കെ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിന് നമ്മൾ എന്നാന്ന് വെച്ചാൽ അരിച്ചെടുക്കണത്. അരിപ്പை നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ അരിപ്പയിലോട്ടിട്ട് നമുക്കൊന്ന് നല്ല ഇതായിട്ടൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്താണ് നമുക്കിത് ഉപയോഗിക്കേണ്ടത്. നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കട്ടേനെ. അപ്പം നമ്മുടെ പായ്ക്കെല്ലാം നല്ലപോലെ ഉണ്ട് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ശകലം പോലും തരിയില്ലാതെ കിട്ടി. ഇത്രയും തിക്നെസ്സേ ആകാവുള്ളൂ കേട്ടോ. ഒത്തിരി ലൂസ് ആവുകയും ചെയ്ത് ഒത്തിരി തിക്കാവുകയും ചെയ്ത് കേട്ടോ. ഇത്രയേ ആകാവുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കളറായിരിക്കണം കേട്ടോ ഇതിന് കിട്ടുന്നത്. ഈ ഒരു കളറായിരിക്കണം. ഒരുപാട് കാപ്പിപ്പൊടിയാണേലും മഞ്ഞളാണേലും ഒരുപാട് നമ്മൾ വാരി ഇതിനകത്ത് ഇടല്ലേ. അത് വളരെ കുറച്ച് മതി കേട്ടോ. അപ്പം അങ്ങനെ അനുസരിച്ച് നമ്മൾ ഇപ്പോൾ ഒരു പകുതി ഉരുളൻകിഴങ്ങിൻ്റെയാണ് എടുത്തേക്കുന്നത്. ടൊമാറ്റോ ആണേലും ഒരു പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് ഇനിയിപ്പോൾ എൻ്റെ മുഖം എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ മുഖത്ത് അഴുക്കൊന്നുമില്ല. അപ്പം നമുക്ക് ഇതാദ്യം മുഖത്തൊന്ന് തേച്ച് നമുക്കൊന്ന് മസാജ് ചെയ്യാതിന് ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് കുറേശ്ശെ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം ഉരുളൻകിഴങ്ങ് ഒത്തിരി ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഒരുപാട് അരച്ചെടുത്ത് വെക്കണ്ടെന്ന് പറയുന്നത്. ഇതിന്ന് കുറേശ്ശെ എടുത്ത് നമുക്ക് മുഖത്ത് നല്ലപോലെ പറ്റിയതിന് ശേഷം ഒന്ന് മസാജ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് റോസ് വാട്ടറോ വല്ലതൊക്കെ അലർജി ഉള്ളവരാണെങ്കിൽ റോസ് വാട്ടറിന് പകരം തൈരോ വല്ലതും എടുക്കുക കേട്ടോ.
നല്ലപോലൊരു ഒരു മിനിറ്റോളം നമ്മളിങ്ങനെ വീണ്ടും കയ്യിൽ ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മളൊന്ന് മുഖം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. ഞാൻ മുഖം നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് വെച്ച് തരാവേ. അപ്പം ഒരു മിനിറ്റോളം എൻ്റെ മുഖത്ത് ഞാൻ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തേ. എന്നിട്ട് ഇതുപോലൊരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ. നമുക്കിത് മുഖത്തേക്ക് ഇന്നിങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാനായിട്ട്. ബ്രഷ് ഇല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ചെയ്യുക. ബ്രഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്, നമുക്കൊന്ന് മുഖത്തൊന്ന് ഇട്ട് കൊടുക്കാൻ നമുക്ക് നല്ലതാണ്. ഇത് ഈ മേക്കപ്പ് ചെയ്യുന്ന ബ്രഷൊന്നും അല്ല കേട്ടോ. ഇത് നമ്മുടെ ഈ ജനലിനൊക്കെ പെയിൻ്റ് അടിക്കല് അത്ര ബ്രഷ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പെയിൻറ് കടയിൽ മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഇതിൻ്റെ ഈ ഒരു ഇതുണ്ടല്ലോ, നാരുണ്ടല്ലോ, അത് നല്ല സോഫ്റ്റ് ആണ്, നമുക്ക് വലിയ കട്ടിയില്ല. ജനലിലെ പെയിൻ്റ് അടിക്കുന്ന 2 സൈസ് ബ്രഷ് ഉണ്ട്. ഇത് എനിക്കൊന്ന് 50 രൂപ കണ്ടത് ഇതിൻ്റെ വില. ഇതിപ്പോൾ കുറേ കാലമായതാണ് ഞാൻ മേടിച്ചിട്ട്. ഇതിനു വേണ്ടി മാത്രം ഞാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് മുഖത്തിടാനായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, മുഖത്ത് ഇടുകയും ചെയ്യാം. എനിക്ക് അല്ലാത്ത ബ്രഷിനൊക്കെ നല്ല വിലയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാൻ അത് മേടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തേച്ച് ഇതൊന്ന് ഉണങ്ങി കഴിഞ്ഞേച്ച് വീണ്ടും ഒരു ലെയറും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് വേണം നമുക്കിത് ഒരു 20 മിനിറ്റ് ഇരിക്കാനായിട്ട്. ഇത് ഇനിയിപ്പോൾ ഒരു ഇതിട്ട് ഇതൊന്ന് ഉണങ്ങി ഒരുവിധം ഒന്ന് ഉണങ്ങി വരുമ്പോഴത്തേക്ക് ഒരു ലെയറും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കണം. കഴുത്തേലും കൂടെ ചെയ്യണേ. അതുപോലെ കഴുത്തെ തന്നെ ഇടട്ടെ, കയ്യിലും ഒക്കെ ചെയ്യാൻ നല്ലതാണ്. കൈക്കുമൊക്കെ നല്ല കളറ് കിട്ടും കേട്ടോ. ഈ സ്കൂട്ടറൊക്കെ ഓടിച്ച് കൈയൊക്കെ കരിവാളിച്ചൊക്കെ ഇരിക്കുന്നവർക്കൊക്കെ നല്ലതാണ്. ഇത് മുഖത്തിടുമ്പോഴത്തേക്കുള്ള മുഖത്തിന് നല്ല ഗ്ലോ ആണ് കിട്ടും. നല്ല ഒരു എടുപ്പ് തോന്നും മുഖത്തിന് നമ്മുടെ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം വന്ന് ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് നമുക്ക് ഇത് ഉണങ്ങിയേച്ച് വന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ഞാനിട്ട് മുഖം ചെറുതായിട്ടൊന്ന് ടൈറ്റ് ആയിട്ടുണ്ടേ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അതിൻ്റെ പുറത്തോട്ട് വീണ്ടും ഇത് ഒന്നിട്ട് ലെയറും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യമായിട്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷമാണ് വീണ്ടും അതിൻ്റെ പുറത്തോട്ട് അടുത്ത ലെയർ ഇട്ട് കൊടുക്കുന്നത്. ഒരു 5 മിനിറ്റൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരുവിധം ഉണങ്ങും കേട്ടോ. മുഖം മുഴുവനും വീണ്ടും ഇട്ട് അതിൻ്റെ പുറത്തുകൂടെ തന്നെ ഇട്ട് ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് ഇടാവുള്ളൂ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നനവോടുകൂടി നമ്മൾ ഇട്ടാൽ വീണ്ടും അതിൻ്റെ അടിയിലുള്ള അങ്ങ് മാറിപ്പോകും. വീണ്ടും ഞാൻ എൻ്റെ മുഖം മുഴുവൻ ഇട്ട് കേട്ടോ. എന്നിട്ട് നമുക്കിനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിനി ഇതിപ്പോൾ പറ്റുമ്പോഴത്തേക്കും നമ്മുടെ മുഖം അങ്ങ് ലൂസാകും. അപ്പോൾ നമുക്ക് വർത്തമാനം പറയാൻ ബുദ്ധിമുട്ട് വരത്തില്ലേ. ആദ്യമേ നമുക്ക് വർത്തമാനം പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് പോലെ ആയിരിക്കും. നിങ്ങൾ പിന്നെ വർത്തമാനം പറയുന്നില്ലല്ലോ, നമ്മളങ്ങ് ഇടുന്നില്ല. ഇപ്പം ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ടല്ലേ പറയുന്നത്. അപ്പോൾ നമുക്കിത് അടുത്ത ട്രിപ്പും കൂടെ ഇതിൻ്റെ പുറത്തോട്ട് ഒരു ലെയറും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിനി കാണാമേ. അപ്പോൾ ഒരു 20 മിനിറ്റോളമായിട്ടുണ്ട്. എൻ്റെ മുഖമൊക്കെ ഇവിടെയെല്ലാം നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്യുക, ഇല്ലെങ്കിൽ തുണി വെള്ളത്തിൽ കൈ മുക്കിച്ച് ഒന്ന് ഒപ്പുക. സ്പ്രേ തേച്ച് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാവേ. ഉണങ്ങിയേക്കുന്നതെല്ലാം ഒന്ന് സെറ്റാകാനായിട്ടാണേ. ഇങ്ങനെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ അതങ്ങ് ഉണങ്ങിയതെല്ലാം ഒന്ന് ഇതായിക്കോളും കേട്ടോ, ലൂസ് ആയിക്കോളും. ടൈറ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്കങ്ങ് മാറിക്കിട്ടും. ഇനി ഞാൻ മുഖത്ത് തൂക്കുന്ന കാണിച്ചു തരാവേ. ആ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. തൂക്കുന്ന കാണിച്ചു തരാമെന്നല്ല, റിസൾട്ട് കാണിച്ചു തരാവേ. കണ്ടോ, നിങ്ങൾക്ക് ഈ മുഖത്തെ കഴുത്തേയും തമ്മിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് നല്ലപോലെ അറിയാൻ പറ്റും കേട്ടോ. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മൾ
മുഖം ഒന്ന് ഇതിപ്പോൾ ഞാൻ തുടച്ച് കാണിച്ചതേ ഉള്ളൂ, നിങ്ങൾക്ക് കഴുകി കളയാം കേട്ടോ. കണ്ടോ, നിങ്ങൾ ആദ്യം എൻ്റെ മുഖം കണ്ട ആ ഒരു ഇതല്ലല്ലോ ഇപ്പം. ഇതെല്ലാം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്, കെമിക്കൽ ഒന്നും ചേർന്നിട്ടില്ല കേട്ടോ. ഇത് കണ്ടോ, ആ മുഖത്ത് വരുന്ന ഒരു ഗ്ലോ കണ്ടോ, അത് കാണുമ്പോൾ തന്നെയാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നില്ലേ. ഭയങ്കര ഗ്ലോ ആണ് മുഖത്ത് കേട്ടോ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങളിത് 2 ദിവസം അടുപ്പിച്ച് നമുക്ക് ഇടാന്നല്ല, ഒത്തിരി മുഖമൊക്കെ ഇട്ടവർക്കൊക്കെ 2 ദിവസം അടുപ്പിച്ചൊക്കെ ഇടാമെങ്കിൽ ഭയങ്കര നല്ലപോലെ റിസൾട്ട് കിട്ടും കേട്ടോ. നമുക്ക് ടാനൊക്കെ അടിച്ച് മുഖമൊക്കെ വല്ലതായിട്ടുള്ളവർക്കൊക്കെ കണ്ടോ, നല്ല വ്യത്യാസമില്ലേ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആ മുഖത്തെയും കഴുത്തെയും കൂടെ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേറെ കളറാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. ഇത് കണ്ടോ, കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് സ്കിൻ ഇരിക്കുന്നത് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട്. അപ്പം ഞാൻ മുഖം എല്ലാം ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം വരവേ ഒന്ന് പൊട്ടൊക്കെ തൊട്ട് ഒന്ന് റെഡി ആയിട്ട് വരാം. എന്ന് പറഞ്ഞാൽ മുഖത്തൊന്നും തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, തേച്ചിട്ടായിരിക്കില്ല വരുന്നത്. നിങ്ങൾ അതിനാണ് ഞാൻ കഴുകുന്നതിന് മുമ്പേ ഞാൻ കാണിച്ചത്, തുടച്ച് കാണിച്ചതിനാണ്. തുടച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അല്ല പിന്നെ ഞാൻ മുഖം പോയി കഴുകിയേച്ച് വരട്ടെ എന്നിട്ട് കഴുകിയേച്ച് പൊട്ടൊക്കെ തൊട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർക്കും ആ മുഖത്തേണ്ടൊക്കെ വാരി ഇട്ടേച്ച് വന്നേക്കുമായിരിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ ഞാൻ മുഖം തുടച്ച് കാണിച്ചിട്ടാണ് പോകുന്നത്. ഇനി മുഖം എല്ലാം ഒന്ന് കഴുകി എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. എൻ്റെ മുഖം എല്ലാം ഒന്ന് കഴുകി നല്ലപോലെ തുടച്ചു. പിന്നെ ഞാനൊരു പൊട്ടൊക്കെ തൊട്ടു കേട്ടോ. ഈ സ്റ്റിക്കർ പൊട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനമല്ല കേട്ടോ. എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കുപ്പിപ്പൊട്ടാണ്. അത് ഇങ്ങനെ മാത്രം തൊടുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പൊട്ടൊക്കെ തൊട്ട് കഴിഞ്ഞാൽ എനിക്കൊരു മനസ്സിന് തൃപ്തിയാകത്തുള്ളൂ. അപ്പം പൊട്ടൊക്കെ തൊട്ടു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് വന്ന മാറ്റങ്ങൾ നല്ലപോലെ മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഞാൻ ചേർത്തേക്കുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ്. ഉരുളൻകിഴങ്ങ്, തക്കാളിക്ക, പിന്നെ നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയോ അല്ലെങ്കിൽ സാധാരണ കോഫി പൗഡർ ആയാലും കുഴപ്പമില്ല, അതൊരു ശകലമേ ചേർക്കാവുള്ളൂ. അതുപോലെ മഞ്ഞൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ പൊടി ഒരു കാരണവശാലും എടുക്കരുത്. മുഖത്തിന് ഈ കളർ വരത്തില്ല, ഒരുമാതിരി മഞ്ഞ കളറായിരിക്കും മുഖത്തിന് വരുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചോറ്, അത് ഏത് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ചോറെടുക്കാം, പച്ചരിയുടെ ആണെങ്കിൽ പോലും കുഴപ്പമില്ല, ഏത് അരിയുടെ ആണെങ്കിലും ചോറെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ച് സെപ്പറേറ്റ്, ഞാനിപ്പോൾ പച്ചരിയുടെ അരി ഇട്ട് ഇച്ചിരി വേവിച്ചെടുത്താണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇച്ചിരിയും കൂടെ എനിക്ക് റിസൾട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ പച്ചരിയുടെ ചോറ് കൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ മുഖത്ത് പായ്ക്കിടുമ്പോഴാണ് മുഖത്തിന് ഇച്ചിരി കൂടെ ഒരു ഗ്ലോ നമുക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ചോറെടുത്ത് വേവിച്ചെടുത്ത് മാറ്റിയെടുത്തത്. പിന്നെ അതിനകത്തേക്ക് നമ്മൾ ചേർത്തേക്കുന്ന റോസ് വാട്ടറാണ്. ഇത്രയും സാധനങ്ങൾ മാത്രം മതി കേട്ടോ. മഞ്ഞൾ നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന മൊത്തം ഞാനിവിടെ സ്വന്തമായിട്ട് പൊടിച്ചത്. മറ്റേ എൻ്റെ അനിയത്തിലായിരുന്നു മഞ്ഞളൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത്, അവൾ വീട്ടിൽ പൊടിച്ചതാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മറ്റേ കവർ പൊടിയുടെ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. പിന്നെ മസാജ് ചെയ്യുക, പിന്നെ ഒരു 20 മിനിറ്റ് ഒരു 5 മിനിറ്റ് വെച്ചൊന്ന് മോറ്റായതിനു ശേഷം വീണ്ടും ഒന്നും കൂടെ, പ്രത്യേകിച്ച് ഞാൻ എടുത്തെടുത്ത് ഓരോന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ആർക്കാണേലും എല്ലാവർക്കും. അപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്നത് ചെറിയൊരു ഇത് വന്നു കേട്ടോ, കട്ട് വന്നേ. അപ്പം അത് നമ്മൾ പറഞ്ഞിട്ട് എന്താണെന്ന് എല്ലാ സ്കിന്നുകാർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നോർമലായാലും ഓയിലി ആണെങ്കിലും ഡ്രൈ സ്കിന്നാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി നമ്മുടെ വീട്ടുവിശേഷങ്ങളും കൂടെ ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വീട്ടുവിശേഷങ്ങൾ കാണാം, കുറച്ച് വീട്ടുവിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾ അതുമൊക്കെ ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ടിപ്സുകൾ മാത്രമല്ല, വീട്ടിലെ വിശേഷങ്ങളും ഒക്കെ കുറച്ചൊക്കെ കണ്ട് അതിലും കാണുമല്ലോ, എന്തെങ്കിലുമൊക്കെ കുക്കിങ്ങിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതൊക്കെ കാണുമല്ലോ. അപ്പോൾ അത് നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ, അതൊക്കെ കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ എനിക്ക് ചെയ്തതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നമുക്ക് ബാക്കി വീട്ടുവിശേഷങ്ങളും കൂടെ കാണാമേ. ഉച്ചയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം വന്നിട്ടുള്ള നിപ്പാണ്. എന്നതൊക്കെ ആലോചിച്ച് അന്തം വിട്ട് കുന്തം മെഴുകിയമാരൊരു നിപ്പ് കണ്ടോ നിങ്ങൾ. എന്നതാ ആലോചിക്കുന്നറിയാം, 4 മണിക്കത്തേക്ക് എന്നതാണോ ഉണ്ടാക്കേണ്ടത് എന്നാണ് ആലോചിച്ച് കൂട്ടുന്നത്. അപ്പം മനസ്സിൽ ചെറിയൊരു കാര്യം തെളിഞ്ഞു. അപ്പോൾ അതാണ് എലി പുന്നല് കണ്ട മാതിരിയുള്ള ആ ചിരി കണ്ടോ. അപ്പം അത് തെളിഞ്ഞ് എന്നാന്ന് ചോദിച്ചാൽ ഇതായിരുന്നു കേട്ടോ. ഞാൻ വലിയകാലത്ത് ഈ ചക്കപ്പഴം എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ആളാം പ്രതി എല്ലാവരും തിന്ന് അത് കുറേശ്ശെ തീർത്ത് വെച്ച്. കാര്യം ഞാൻ കിടക്കാൻ പോയപ്പോൾ ഇതിനൊക്കെ ഉണ്ടായിരുന്നേ, അനിയത്തിൻ്റെ അടുത്തു നിന്ന് കൊണ്ടുവന്നാണേ. അവൾ വീട്ടിൽ പോയപ്പം കുറേ ചക്ക കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ പഴുക്കുന്നതൊക്കെ കുറേശ്ശെ ഇങ്ങോട്ട് കൊണ്ടുവരുവാണ്. അപ്പം അതിൽ നിന്ന് ഞാൻ ഓർത്ത് എന്നേലൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ ഓർത്തുകൊണ്ട് എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേക്കുണ്ടല്ലോ ആകെപ്പാടെ ഇത്രയും ചുളയുണ്ട്. ഒരു ചെറിയ വട്ടപാത്രത്തിൻ്റെ അടപ്പിനകത്ത് കൊള്ളാമെന്ന് അത്രയും ചുള. പിന്നെ എന്നെ ഞാൻ എടുത്ത് വല്ലതും ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ, ആകെപ്പാടെ ഇത്രയും ചുളയുള്ളൂ. ഉണ്ടാക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് സത്യത്തിൽ ഞാൻ അടുക്കളയിൽ ഇതൊന്നും ഉണ്ടാക്കാനായിട്ടല്ല കേട്ടോ കയറിയത്. ഞാൻ കയറിയതെന്ന് ഇച്ചിരി വെട്ടുകേക്ക് ഉണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങളുടെ ഇവിടെ 2 ദിവസമായി കണ്ട് മഴ ഇടിയൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ കറണ്ട് വന്നും പോയി വന്നപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ കറണ്ട് പോയി. ഞാൻ അവിടെ പോയി ഇരിക്കുമ്പോൾ പിന്നെയും കറണ്ട് വരും. അപ്പോൾ പിന്നെ ഞാൻ അവിടെ തന്നാൽ പിന്നെ കറണ്ട് എന്നോട് ഇങ്ങനെ നടന്ന് മത്സരിക്കേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയത്. അപ്പം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ
ചക്ക ngീങ്ങി എന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ എന്നെ ഇതിൻ്റെ പേര് പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാലും ചക്കപ്പൊരി അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ ഒരു പേര്. പഴംപൊരി എന്ന് പറയുന്നത് ചക്കപ്പൊരി, അത് ഉണ്ടാക്കുന്നതിൻ്റെ തരപ്പിലാണ്. അപ്പം നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ ലൂസാക്കിയാണ് മാവ് എടുക്കുന്നത്. ഇതിന് പക്ഷേ അത്രയും ലൂസാക്കി എടുക്കരുത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഈ ചക്കയിലോട്ട് മാവ് കയറി പിടിക്കത്തില്ലെന്നേ, അതൊരുമാതിരി ബത്തശത്രു മാതിരി അതങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക. അപ്പം ഇച്ചിരി തിക്കായിട്ട് നമ്മൾ എടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, അത് നല്ലപോലെ മാവ് അതിനകത്തിട്ട് എടുത്ത് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരിയെടുക്കുന്നതായിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. എണ്ണയ്ക്കകത്തിട്ട് നമുക്ക് ഇടാനും എളുപ്പം. അങ്ങനെ എടുക്കുക, കൈ കൊണ്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇങ്ങനെ എളുപ്പം തോന്നി. അങ്ങനെ നമ്മുടെ ചക്ക പഴംപൊരി ഞാനിങ്ങനെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ചക്കപ്പൊരി എന്നിടാം അല്ലേ? ചക്കപ്പഴപ്പൊരി, ശരി. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നെയിലൊക്കെ ഒരു പേരിട്ട് വിളിച്ചാൽ പോരെ, തിന്നാൻ കൊള്ളാമെന്നായിരിക്കണം ഉണ്ടാക്കുന്നത്, അത്രയേ ഉള്ളൂ. ഞങ്ങളിവിടെ അങ്ങനെ ഒരു നിർബന്ധം കേട്ടോ. ടേസ്റ്റിൽ എന്നെല്ലാം ഉണ്ടാക്കിയാൽ ഇവിടെ എല്ലാവരും ഒന്നിച്ച് എൻ്റെ അടുത്ത് പ്രതിഷേധം കാണിക്കും. അതുകൊണ്ട് എന്നെ ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാനൊരു 10 പ്രാവശ്യം ആലോചിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. സെറ്റാവോ ഇല്ലയോ നോക്കിയതിന് ശേഷം ഉണ്ടാക്കത്തുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വെറുതെ കുറവായിരിക്കുന്ന കേൾക്കേണ്ടി വരികയല്ലേ. അതുകൊണ്ട് ഞാൻ ചക്കയെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. നല്ല ഇതായിട്ട് കിട്ടി കേട്ടോ. നമ്മളിത് എടുക്കുമ്പോൾ ഇച്ചിരി മുരുമരെന്നൊക്കെ ഇരുന്നാലും ഉണ്ടല്ലോ, ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് തണുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മാവ് ഇങ്ങനെ സെറ്റാക്കിയെന്ന് പറയണ്ടേ, ഞാൻ ഇച്ചിരി മുട്ടയൊക്കെ അതിനകത്ത് ചേർത്ത് കേട്ടോ. മുട്ടയും പിന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, പിന്നെ പഞ്ചസാര ഒന്നും ചേർത്തില്ല കേട്ടോ, ഉപ്പും ചേർത്ത് മാവ് നല്ലപോലെ കുഴച്ചെടുത്ത് അങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് കേട്ടോ. അപ്പം ഈ പൈപ്പിന് എന്നതിൽ ഒരു വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സാധാരണ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ടല്ലേ പൈപ്പ് തിരിക്കുന്നത്, ഇതിപ്പോൾ വലത്തുനിന്ന് എടുത്തോട്ടായി. എന്നാന്ന് ചോദിച്ചാൽ ഈ പൈപ്പ് ഇന്നൊന്ന് ശരിയാക്കിയതാണ്. ശരിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ തുറക്കപ്പെടുന്നത്. പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ മതി എന്ന് പറഞ്ഞ്, എങ്ങനെയായാലും കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി വെള്ളം എടുത്താൽ പോരെ. അങ്ങനെ ഇച്ചിരി കടുങ്കാപ്പിക്കുള്ള വെള്ളവും കൂടെ ഒക്കെ വെച്ച് കട്ടൻകാപ്പിയൊക്കെ എടുത്ത് നമ്മുടെ പഴംപൊരിയൊക്കെ സെറ്റാക്കി എടുത്തിട്ടോ. പഴംപൊരി എന്ന് പറഞ്ഞാൽ ചക്കപ്പഴംപൊരി, അതും എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ചക്കച്ചോളയും കൂടെ എടുത്തായിരുന്നു കേട്ടോ. കാര്യം ഇത് ഇനി ആർക്കെങ്കിലും എന്നേലും പിടിക്കാതെ വന്നു പോയെങ്കിൽ ഇവർ പറയത്തില്ലോ ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ, ഇത് നിങ്ങൾ കഴിക്കേണ്ട, മറ്റത് കഴിച്ചോളാം പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി ചക്കച്ചോളം കൊടുക്കാമല്ലോ. അങ്ങനെ അതും ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. സത്യത്തിൽ അങ്ങനെ അല്ല കേട്ടോ സിറ്റുവേഷൻ. മാവ് കുറച്ച് ഞാൻ എടുത്തുള്ളൂ. എടുത്ത കാര്യം കുറച്ച് ഉള്ളല്ലോ എന്ന് ഓർത്തുകൊണ്ട് കുറച്ച് മാവ് എടുത്തു. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും മാവ് തികഞ്ഞില്ല. പിന്നെ ബാക്കി ചുളയായിട്ടും കൂടെ തിന്നട്ടെന്ന് വിചാരിച്ച് അങ്ങനെ പിള്ളേർക്കും കൊടുത്ത് ചേട്ടനും ഞങ്ങളും എല്ലാവരും കൂടെ ഇത് കഴിച്ച്. അപ്പം അച്ചു ഇഷ്ടപ്പെട്ടു, അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ചു ഭയങ്കര സന്തോഷമായി, കണ്ണനും ഇഷ്ടപ്പെട്ടു. അങ്ങനെ സംഭവം മൊത്തം തിന്ന് തീർത്ത് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ പതിയെ നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി എല്ലാം ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ മാവേല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മഴ വന്ന് മൊത്തം പോയി, മാമ്പ് കണ്ട് മക്കളെ കണ്ട് മോകിയിരുന്നൊക്കെ പറഞ്ഞ് എത്ര കറക്റ്റാണ്, മുഴുവനും പോയി. എന്നാ ചെയ്യാനാ, മഴയെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഒരു മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പിന്നെ മാമ്പ് പോയാൽ എന്നെ ഇച്ചിരി മഴ പെയ്തല്ലോ, ആ ഒരു സന്തോഷം. അങ്ങനെ മാങ്ങ അവിടെ ഇവിടെയൊക്കെ ചിലത് വിളഞ്ഞിടപ്പുണ്ട്, വീണ്ടും പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു പല സ്വഭാവത്തിലാണ് ഈ മാവ് നിൽക്കുന്നത് കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് പൂത്ത് ഒന്നിച്ച് കായ്ക്കുന്നില്ല, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടോ, ആ തെങ്ങ് മണ്ട മുഴുവനും എല്ലാം സെറ്റാക്കി നമ്മുടെ എല്ലാം തൊട്ടടുത്ത വീട്ടിലാണ്. എനിക്ക് ആ തെങ്ങിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കാറ്റൊക്കെ വരുമ്പോൾ അതിനെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. വീഡിയോയ്ക്ക് അവസാനിപ്പിക്കാൻ സമയത്തുണ്ട്. അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക്